ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കാര്യമെല്ലാം ഓണായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടാൻ ഇത് കാരണമാകുന്നുണ്ട്. പലരും ഈ ഒരു കാര്യം ഇതുവരെ ചെക്ക് ചെയ്തിട്ടുണ്ടാകില്ല. അപ്പോൾ എന്താണ് ഈ ഒരു കാര്യമെന്നെല്ലാം നോക്കാം. ഇതിനായി ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഇത് പോക്കോയുടെ ഒരു മൊബൈലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സെറ്റിങ്സ് എന്നതിൽ പോയതിന് ശേഷം ഇവിടെ സെർച്ച് എന്നതിൽ പോയി നമുക്ക് മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഓപ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴത്തായി ഇവിടെ മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ് ഒന്നുകൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ MI റിമോട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു മോഡിഫൈ സിസ്റ്റം സെറ്റിംഗ് ഡിസേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ കുറേ അധികം ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മോഡിഫിക്കേഷൻ സിസ്റ്റം സെറ്റിംഗ് എല്ലാം ഓണാണ്. ഇപ്പോൾ ഇത് ഗൂഗിളിനെല്ലാം ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെ പ്ലേ സ്റ്റോറിലും ഇത് ഓണാണെങ്കിലും ഇതെല്ലാം ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്. എന്നാൽ നമ്മൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനിലെല്ലാം തന്നെ ഈ ഒരു കാര്യമെല്ലാം ഓണായിട്ടിരിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കുക. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഈ മോഡിഫിക്കേഷൻ ആക്സസ് ഒന്നും നൽകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു പെർമിഷൻ എല്ലാം കൊടുക്കുകയാണ്. നമ്മുടെ സിസ്റ്റത്തിൽ പലവിധ കാര്യങ്ങളെല്ലാം മോഡിഫൈ ചെയ്യാനുള്ള ആക്സസ് എല്ലാമാണ് കൊടുക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ സിസ്റ്റം റിലേറ്റഡായ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലാതെ തേർഡ് പാർട്ടി ചില ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ചില ആപ്ലിക്കേഷനിലെല്ലാം നിങ്ങൾ ഈ കാര്യമെല്ലാം ചെക്ക് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായി ഫയൽസ് ബൈ ഗൂഗിൾ, ഇപ്പോൾ ഇതൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ഇപ്പോൾ ഇവിടെ മോഡിഫിക്കേഷൻ എല്ലാം തന്നെ ഡിസേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം തന്നെ അത്യാവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഈ ഒരു ആക്സസ് എല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.